എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. ശ്രീ ജഗദീഷും ശ്രീ പ്രശാന്ത് അലക്സാണ്ടറും ഇപ്പോൾ മൂവിയിലൊക്കെ ആക്റ്റീവായിട്ടുള്ള വ്യക്തിയാണ്. വാൽക്കണ്ണാടി എന്ന TV ഷോയിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീ പ്രശാന്ത് അലക്സാണ്ടർ. ഇവർ രണ്ടുപേരുടെയും ഒരു ഇൻ്റർവ്യൂ ഞാൻ മൂവി വേൾഡ് മീഡിയയിൽ കണ്ടു. അവർ പരിവാർ മൂവിയുടെ പ്രൊമോഷനായിട്ട് വന്നതായിരുന്നു. അങ്ങനെ ഓരോന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്കോ മൂവിയിലേക്ക് എത്തിയതും ജഗദീഷ് അതിനെപ്പറ്റി സംസാരിച്ചതും പെട്ടെന്ന് ശ്രീ പ്രശാന്ത് അലക്സാണ്ടർ പറഞ്ഞു, മൂവി നമ്മുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്. കാരണം പ്രശാന്ത് അലക്സാണ്ടറിൻ്റെ മകൻ സ്കൂളിൽ പോയിട്ട് കണ്ണിൻ്റെ ഈ ഭാഗത്ത് അടികിട്ടി എന്നാണ് ശ്രീ പ്രശാന്ത് അലക്സാണ്ടർ പറഞ്ഞത്. അതായത് നമ്മുടെ മാർക്കോ മൂവിയിൽ ഓവറായിട്ടാണ് അതിൽ ഫൈറ്റ് സീനും എല്ലാം എനിക്ക് തോന്നിയത്. ഗ്യാസ് കൊണ്ട് കുട്ടീനെ അടിച്ചു കൊല്ലുന്നതൊക്കെ കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രയും കുറച്ച് ക്രൂരത ആ മൂവിയിൽ നിന്ന് കട്ട് ചെയ്ത് കളയാമായിരുന്നു. ആ മൂവിയിൽ ഡയലോഗിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നിയത് ആക്ഷനാണ്. ആക്ഷൻ മൂവി ആയതുകൊണ്ടായിരിക്കാം, പക്ഷേ ആക്ഷൻ മൂവി എന്ന് കരുതിയിട്ട് ഇത്രയും അധികം കുറച്ച് ക്രൂരത ആ മൂവിയിൽ നിന്ന്, അതായത് ഒരു ലാസ്റ്റ് 15 മിനിറ്റ് ആ മൂവിയിൽ നിന്ന് കട്ട് ചെയ്ത് കളയാമായിരുന്നു എന്നെനിക്ക് തോന്നി. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂവിയിൽ ഉണ്ണി മുകുന്ദൻ നമ്മൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഈ മൂവിയിലൂടെ കൊല്ലണമെന്നാണോ ശ്രീ ഉണ്ണി മുകുന്ദൻ നമുക്ക് തരുന്ന സന്ദേശം? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കോ 2, 3, 4, 5, 6 എന്നീ സീരീസ് ആയിട്ട് വരുമെന്ന് ശ്രീ ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. ഒരു ഗുണവുമില്ലാത്ത ഈ മൂവിയിൽ നിന്ന്, ഒരു സന്ദേശമില്ലാത്ത ഈ മൂവിയിൽ നിന്ന് ശ്രീ ഉണ്ണി മുകുന്ദൻ നമ്മൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ പറയൂ.